ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി. നമ്മളിന്ന് ടിപ്സ് ഒന്നും ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് നമുക്ക് പെട്ടി പൊട്ടിക്കൽ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓണത്തിന് മുന്നായിട്ട് ഇടണമെന്ന് വെച്ച് തുറന്നു, പക്ഷേ നടന്നില്ല കേട്ടോ. നമ്മൾ ഓണത്തിന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ പെട്ടിയിൽ. നമ്മളിവിടെ നമുക്ക് മാത്രമല്ല, നമ്മുടെ നൈബേഴ്സിനും ഓഫീസിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് കായ വറുത്തതുണ്ട്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളി ചിപ്സ് ആട്ടോ ഇവിടുത്തെ ഈ ബേക്കറിയിലത്തെ. കായ വറുത്തത്, ചക്ക വറുത്തത്, പിന്നെന്തോ പുതിനയുടെ ഒരു ഐറ്റമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. പിന്നെ ചക്ക വറുത്തതും കായ വറുത്തതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കൊണ്ടുവന്നേക്കുന്നത്. എല്ലാം നമ്മൾ കൊടുക്കാനുള്ളൊരു പാകത്തിന് ചെറിയ ചെറിയ കുട്ടി കുട്ടി പാക്കറ്റായിട്ടാണ് നമുക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാനും എളുപ്പമാണ്. അതുപോലെ അച്ചപ്പൊക്കെ പൊട്ടി തവിട് പൊടിയായിട്ടുണ്ട്, എന്നാലും നമുക്കത് നമ്മൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ ഐറ്റംസൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചിപ്സിൻ്റെ കാറ്റഗറിയിലുള്ളത്. പിന്നെ അലുവ, സൂപ്പർ അലുവയായിരുന്നു കേട്ടോ. നമ്മുടെ 2 ടൈപ്പ് അലുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അരിയുടെ അലുവയും പിന്നെ പഴത്തിൻ്റെ അലുവയും. രണ്ടും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിയ വീണ്ടും പുറത്തേക്ക് വന്നു. കപ്പലണ്ടി മിഠായി. ഈ കപ്പലണ്ടി മിഠായി എന്താണെന്നറിയോ, ഇതിങ്ങനെ ഓൾറെഡി മുറിച്ച് ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കി വെച്ചേക്കണ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുക, കഴിക്കാനും നല്ല എളുപ്പമായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം കൊള്ളി വറുത്തതും മിച്ചറും അലുവയും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ്. ഈ മിച്ചറും കായ വറുത്തതും കപ്പ വറുത്തതും ഒക്കെ നമുക്കിവിടെ കിട്ടും. പക്ഷേ നമ്മൾ നാട്ടിൽ ചില ബേക്കറിയിലത്തെ ഐറ്റംസിനോട് നമുക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. അതൊരു നൊസ്റ്റാൾജിയാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ പറ്റും. ഇതൊക്കെ നമ്മുടെ പറയുക നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് ആ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പെട്ടി കഴിഞ്ഞു. നമുക്കിനി അടുത്ത പെട്ടിയിലോട്ട് നോക്കാം. സാധാരണ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ആയിട്ട് വരാറ്. ഇപ്രാവശ്യം ഞാൻ കയറി പിടിച്ചത് ചട്ടിയിലോട്ടാണ്. ഒരു ചട്ടി വാങ്ങാനാണ് ഞാൻ പോയത്, പക്ഷേ ഞാനൊരു 4-5 ചട്ടി വാങ്ങിച്ചു. അതിൽ ഓവർ വെയിറ്റ് കാരണം കൊണ്ട് എനിക്ക് 2 ചട്ടി നാട്ടിൽ വെച്ചിട്ട് പോരേണ്ടി വന്നു. മീൻ ചട്ടി വാങ്ങാൻ പോയതാണ്, പക്ഷേ ഞാൻ അവിടുത്തെ ചട്ടികളുടെ ഷേപ്പും ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ 2-3 ചട്ടിയും കൂടി എക്സ്ട്രാ വാങ്ങിച്ചു. ഇത് നമുക്ക് നോർമൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ മീൻകറിയോ മാങ്ങക്കറിയൊക്കെ വെക്കാനായിട്ട് ഉള്ളൊരു ചട്ടിയാണിത്. ചെറിയൊരു ഇടത്തരം ഒരു വലിപ്പമാണ് അതിനുള്ളത്. അടുത്ത ചട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വല്ല ആഘോഷ ദിവസങ്ങളൊക്കെ വരില്ലേ, ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ നമുക്ക് വലിയ ചട്ടിയിൽ മീൻകറി വെക്കേണ്ട സമയത്ത് ഉപയോഗിക്കാനാണ്. അങ്ങനെ വലിയ ചട്ടി അതും വാങ്ങിച്ചു. ഇനി കാണിക്കാൻ പോകുന്ന ചട്ടികൾ എന്ത് വെക്കാനാണെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. പക്ഷെ അതിൻ്റെ ഷേപ്പും ആ ഒരു ഭംഗിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വാങ്ങാതെ പോരാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഈ ചട്ടി ഇങ്ങനത്തെ ചട്ടികൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ നമുക്കിവിടെ ഗൾഫിൽ എന്തായാലും ഇങ്ങനത്തെ വെറൈറ്റി ഷേപ്പിലുള്ള ചട്ടികളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ അങ്ങനെ അങ്ങോട്ട് വാങ്ങിച്ചു. ഇതിലിപ്പോൾ മോരുകറി വെക്കണമെങ്കിൽ വെക്കാം, മാങ്ങക്കറി അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇതും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു പിടിയൊക്കെ കണ്ടോ, അത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. അത് കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് വെറൈറ്റി ആയിരിക്കില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു ചട്ടിക്കടയിൽ പോയിട്ട് നമ്മൾ നോക്കി കണ്ടും വാങ്ങണത്. അപ്പോൾ എനിക്കൊരു കൗതുകമായിരുന്നു ഓരോരോ ഷേപ്പിലുള്ളത് കാണുമ്പോൾ. ഇത് ചപ്പാത്തി വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മീൻ വറുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ നമ്മളെപ്പോഴും നോൺ സ്റ്റിക്കിലല്ലേ മീൻ വറുക്കണത്, എന്നാൽ പിന്നെ ഞാൻ ചട്ടിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതും എടുത്തു. അതിൻ്റെയും കണ്ടു ഭയങ്കര നല്ല കാനുണ്ട് കേട്ടോ. അതൊക്കെ ഈ ചട്ടിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് റേറ്റും കൂടുന്നുണ്ടായിരുന്നു. കണ്ട ഇതിൻ്റെ പിടിയൊക്കെ കണ്ട നല്ല ഉറപ്പുള്ളൊരു ചട്ടിയായിരുന്നു കേട്ടതും. അപ്പോൾ എന്തായാലും ഇനി മീനൊക്കെ വറക്കണ സമയത്ത് ഞാനിതിൻ്റെ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇതിങ്ങനെ ഉപയോഗിക്കണവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിച്ചോളൂ കേട്ടോ, നല്ലതാണോ എന്നുള്ളത്. അടുത്ത വാങ്ങിച്ച ഐറ്റം ചെറിയൊരു കുക്കറാട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. ചെറുതായിട്ടൊന്ന് മുട്ട എന്താ പറയുക, റോസ്റ്റ് ചെയ്യാനും ഒക്കത്തിനും എളുപ്പമായിട്ടുള്ള ചെറിയൊരു കുക്കർ. 1.5 ലിറ്ററാണ് 2 ലിറ്ററാന്ന് തോന്നുന്നു. അതും നല്ല അടിപൊളി സാധനമായിരുന്നു. അടുത്തതാണ് ഞാൻ സ്വർണ്ണം സൂക്ഷിക്കണേക്കാട്ടും വളരെയധികം കെയറോട് കൂടി സൂക്ഷിക്കുന്ന ഒരു ഐറ്റമാണ് പച്ചമുളക്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്താരി മുളക് ഇവിടെ കിട്ടാറില്ല. ഇനി കിട്ടിയാൽ തന്നെ ഒടുക്കത്തെ റേറ്റാണ്. സ്വർണ്ണത്തിൻ്റെ വിലയാണ്. ഞാനിപ്പോൾ ഇപ്രാവശ്യം കാന്താരി മുളക് കൊണ്ടുവന്ന് അത് ഞാൻ നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അച്ചാറല്ല, ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കാന്താരി മുളക് അങ്ങനെ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ ഉണ്ടമുളക്. ഈ ഉണ്ടമുളകിൻ്റെ ഒരു പൊളിക്കുമ്പോണ്ടാവുന്ന മണം ഉണ്ടല്ലോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മുളക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ മുളക് കിട്ടില്ല. നമുക്ക് അധികം എരിവ് കുറവുള്ള മുളകാട്ടോ ഇവിടെ കിട്ടണത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ റെഡായിട്ട് തുടങ്ങിയ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പഴുത്ത് പോയിട്ട് പെട്ടെന്ന് കേടാവും. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. പിന്നെ നമ്മുടെ കുടപ്പുളി, കോൽപ്പുളി, കുരുമുളക്, പിന്നെ അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ആദ്യമായ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് വല്ലാതെ കൂടി പോകണം. കഴിഞ്ഞ പോലെ ഇതിലും ഐറ്റംസ് കൂടുതലുണ്ടായിരുന്നു. കടല, പയർ, പരിപ്പ്, അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി. മുഴുവൻ ഉഴുന്നൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ.
പിന്നെ അതുപോലെ ഞാൻ നാടൻ ഇഞ്ചി, ഓണത്തിന് ഇഞ്ചിമ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നാടൻ ഇഞ്ചിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഇവിടുത്തെ ഈ ചൈനീസ് ഇഞ്ചിനെക്കാട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇഞ്ചി ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ അതിനും ഒരു ടേസ്റ്റ് വ്യത്യാസം കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഉണക്കമീൻ, ഉണക്ക ചെമ്മീൻ, നമുക്കിവിടെ കിട്ടുന്ന ഉണക്ക ചെമ്മീൻ എന്ന് പറയുന്നത് ഒട്ടും വലിപ്പം ഉണ്ടാവാറില്ല. പിന്നെ ചെറിയ 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 ചെമ്മീനും, എനിക്കെന്തോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചെമ്മീനാണ് എനിക്കിഷ്ടം. അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള ചെമ്മീനും കിട്ടും. പിന്നെ അതേ നമ്മുടെ നേന്ത്രപ്പഴം ഇല്ലാതെ എന്തോ ആണല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ 2 കിലോ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി കൊണ്ടുവരുന്നുണ്ടായിരുന്നു, പക്ഷേ വെയിറ്റാണ് പ്രശ്നം. പിന്നെ അതേ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ലെമൺ സ്പഞ്ച് കേക്ക്. ഇപ്രാവശ്യം എനിക്ക് ലെമൺ സ്പഞ്ച് കിട്ടിയില്ല, അതിന് പകരം ചോക്ലേറ്റ് പഞ്ചാണ് കിട്ടിയത്. പക്ഷേ അത് വെച്ച് അതും ടേസ്റ്റ് ഉണ്ട്. ഇത് ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് വഴിയൊന്ന് അറിയിക്കണം കേട്ടോ. കാരണം എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഞാൻ എപ്പോൾ നാട്ടിൽ പോയാലും ഞാനത് അവിടെ നാട്ടിൽ ചെല്ലുമ്പോഴും കുറേ വാങ്ങിച്ച് കഴിക്കും, അതുപോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ചെയ്യും. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു 10 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് കഴിക്കും. ഇതെന്തായാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് അധികം ലൈഫ് ഇല്ല അതിന്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കൂട്ടോ. ഒരുപാട് ദിവസമൊന്നും വെക്കില്ല. പിന്നെ അതേ നമ്മുടെ കാഷ്യൂ ബോൾ, ഇതും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തപ്പോൾ ചെറിയൊരു കൊതി. അപ്പോൾ സൈഡിൽ കൂടെ ഒന്ന് കഴിച്ചിട്ട് വരാം. അടുത്തത് നമ്മളിനി ബേക്കറി ഐറ്റംസ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. ഇത് പല രീതിയിലുള്ള ബിസ്ക്കറ്റ്, ഞാൻ പറഞ്ഞില്ല ഒന്നും നമുക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ. നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പെട്ടി കാലിയാവും. നമ്മൾ പങ്കുവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവസാനം നമുക്ക് കഴിക്കാനുള്ളതും കൂടി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി കൊണ്ടുവരായിരുന്നു എന്ന്. പക്ഷേ എന്ത് പറയാനാ, പെട്ടിയിൽ സ്ഥലം വേണ്ടേ. അച്ചാർ നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യം തലശ്ശേരി കല്യാണ അച്ചാർ അങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ നന്നാരി സർബത്ത്, നന്നാരി സിറപ്പ്. അപ്പോൾ അത് ചൂടുകാലത്തൊക്കെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ, അപ്പോൾ അത് കുറച്ച് നാൾ നിൽക്കും. പിന്നെ ഇത് പല വിധത്തിലുള്ള ബിസ്ക്കറ്റുകളുണ്ട്. പിന്നെ എരിവുള്ള ബിസ്ക്കറ്റും മധുരമുള്ള ബിസ്ക്കറ്റും, ഇത് എന്തോ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത ബിസ്ക്കറ്റ്, അങ്ങനെ ഒരുപാട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മാംഗോ ബേക്കറി നാട്ട് വാങ്ങിച്ചത്. പിന്നെ അതേ നമ്മുടെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി വല്ല ഷേക്ക് അടിക്കുമ്പോൾ ബോൺവിറ്റ. പിന്നെ അതേ ഇതൊരു സ്പെഷ്യൽ സാധനം കേട്ടോ. നമ്മുടെ നവ്യ ബേക്കറിയിൽ നിന്നും നമ്മുടെ മാംഗോ ബേക്കറിയിലൊക്കെ ഉണ്ട് സംഭവം. ഇടിയിറച്ചി തന്നെ 2-3 ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ്റെയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ബീഫിൻ്റെയും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം നാരങ്ങ മിഠായി. കണ്ണേട്ടം വാങ്ങിച്ചെന്നാൽ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുന്ന പോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഇവിടെയും കിട്ടും, പക്ഷേ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യാറില്ല. പിന്നെ അതായത് മാൽക്കിസ്റ്റിൻ്റെ ഒരു അടിപൊളി ബിസ്ക്കറ്റാണ്. നാട്ടിൽ പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് കഴിച്ചത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടപ്പോൾ അതും ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ അതേ നമ്മളിതുപോലത്തെ ഏലക്കായ, ഗ്രാമ്പൂ, നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന മസാലകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് കൊണ്ടുവരും. ഇവിടെയൊക്കെ ഇത് വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നല്ല റേറ്റ് ആട്ടോ. അതുപോലെ കായം, പിന്നെ മുഴുവൻ മസാല നമ്മൾ പൊടിക്കാതെ തന്നെ മസാലയായിട്ട് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഇടിച്ചമുളക്, നമ്മളിത് ഈസ്റ്റേൻ്റെയോ അങ്ങനത്തെ പാക്കറ്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ ചില മുളകുകൾ ഭയങ്കര ഡാർക്കായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കറി നമുക്ക് എന്താ പറയുക, കറി കാച്ചുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ വേറൊരു സാധനമാണ് നമ്മുടെ ഈ എന്താ പറയുക, ബട്ടൺ ബിസ്ക്കറ്റോ. ഈ ബിസ്ക്കറ്റും എനിക്ക് കട്ടൻ ചായയിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതുപോലെ പ്രാന്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കട്ടോ. നിങ്ങൾ ഇതുപോലെ ഐറ്റംസൊക്കെ കൊണ്ടുവരാറുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ ആണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് വഴി ഒരു ഹാർട്ടെങ്കിലും തന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സെറ്റ് ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമല്ല. ഇപ്പോൾ ഗൾഫിൽ കിട്ടുന്ന സാധനമൊക്കെ നാട്ടിലും കിട്ടും, നാട്ടിൽ കിട്ടുന്നതൊക്കെ ഗൾഫിലും കിട്ടും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണ ഒരു ടേസ്റ്റ് അതെങ്ങനെ പോയാലും ഇവിടെ കിട്ടില്ല. ഇതാണ് കേട്ടോ ബീഫിൻ്റെ ഇടിയിറച്ചി. അപ്പോൾ ഇത് നമുക്ക് ചില സമയത്ത് സൈഡായിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളിതെടുത്ത് കുറച്ച് സവാളയും പച്ചമുളകും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ട് ഒരു പിടപെടയ്ക്കും. അത് അടിപൊളി ടേസ്റ്റാണത്. പിന്നെ നമ്മൾ കൊണ്ടുവരാറുള്ളത് ഇത് പൈനാപ്പിൾ റോളോ, പൈനാപ്പിൾ കേക്ക്. പിന്നെ ഇത് ടീ കേക്ക് നമുക്കതും ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ വട്ടയപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വട്ടയപ്പം കറിയായിരിക്കും. അപ്പോൾ നമ്മൾ 3-4 വട്ടയപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കറി ഐറ്റംസൊക്കെ ഇതാണ്. നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് കണ്ടുനോക്കാം. ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണമെന്നല്ല കേട്ടോ. നമ്മുടെ സ്വന്തം അമ്മമാർ കഷ്ടപ്പെട്ട് കുറേ നേരം ഇളക്കി അടിപൊളിയാക്കി തന്ന എന്താ പറയുക, ഇത് മാങ്ങ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണ മാങ്ങയില്ലേ, അതിൻ്റെ മാങ്ങ പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. ഇത് നമ്മുടെ പഴച്ചക്ക കേട്ടോ. നമുക്കത് തണവ് മാറി കഴിയുമ്പോൾ കഴിക്കാം. ഇതേ മാങ്ങ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ വേവിച്ച് അതും സിപ്ലോ കവറിലാക്കി കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ നമുക്ക് 1-2 പ്രാവശ്യം കറി ഉണ്ടാക്കാനായിട്ട് ഇത് കിട്ടും. പിന്നെ ഇത് ചക്ക വരട്ടിയത്, പിന്നെ അതുപോലെ മാങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. സീസൺ ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കി അമ്മമാർ തന്നു. പിന്നെ ഇത് നമ്മുടെ ചക്ക നമ്മൾ വേവിച്ച് നമുക്കിനി ഇത് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇത്
പിറ്റേ ദിവസം തന്നെ ഉപ്പേരിയാക്കണം. 2 ദിവസം കഴിയാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ ഉപ്പേരിയാക്കി നമ്മളത് തീർക്കും. ഇത് മാങ്ങയുടെ പൾപ്പ് ഇങ്ങനെ എന്താ പറയുക ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നേക്കണതാണ്. അപ്പോൾ ഈ പൾപ്പ് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കുക എന്തെങ്കിലും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രോസൺ ഐറ്റംസ്. അത് സീസൺ നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല മഴയല്ല, അപ്പോൾ ഇതൊക്കെ വെള്ളം കയറും. അപ്പോൾ ആ വെള്ളം കയറിനെക്കാട്ടി മുമ്പ് എല്ലാം റെഡി മണി സെറ്റാക്കിയിട്ട് അവർ നമുക്ക് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിത് അടുത്ത പെട്ടി തുറന്നേക്കാണ്. ഇതിൽ കംപ്ലീറ്റ് നമ്മുടെ പുട്ടുപൊടിയാണ്. പിന്നെ അതേ കുറച്ച് കാഷ്യൂ ഉണ്ട്. പുട്ടുപൊടി ഞാൻ പൊൻകതിരാണ് ഉപയോഗിക്കാറ്. പൊൻകതിര് വെച്ച് പുട്ടുണ്ടാക്കിയാലാണ് പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പൊൻകതിര് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്കിതുപോലെ ഒരു ഐഡിയ കിട്ടുമല്ലോ ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് വഴി അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഓണം കഴിഞ്ഞു എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.